SFI നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. SFI നേതാക്കൾ മാധ്യമങ്ങളെ കാണാൻ എത്തുകയാണ്. MV ഗോവിന്ദന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് SFI നേതാക്കൾ സമരകാര്യങ്ങൾ വിശദീകരിക്കാനായി ഇപ്പോൾ മാധ്യമങ്ങളെ കേരള സർവകലാശാല ആസ്ഥാനത്ത് സമരം നടക്കുന്ന പ്രതിഷേധം നടക്കുന്ന ഇടത്ത് തന്നെ കാണുന്നത്. VC-ക്കും വൈസ് ചാൻസലർക്കും ചാൻസലർക്കും എതിരായ പ്രതിഷേധം തുടരും. അക്കാര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരവേദിയിൽ നിന്ന് MV ഗോവിന്ദൻ മടങ്ങിയത്. പാർട്ടിയുടെ പരിപൂർണമായ പിന്തുണയുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ. ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുറംവാതിലുകളിലൂടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിനകത്ത് കൊണ്ടിരുത്തുന്നത്. എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 9 വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി NAAC അക്രഡിറ്റേഷൻ 9ാമത് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. MG യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. ക്യുസാറ്റ് മുന്നിൽ വന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSSന്റെ ഉദ്ദേശമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ രാജ്യത്ത് ഒരു മയിൽക്കുട്ടി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിൻ്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത RSS വർത്തമാന കാലത്ത് ഈ രാജ്യം ഉണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. 4-5 VC-മാർ സംഘപരിവാരകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. KUHSന്റെ VC-യാണ് താൽക്കാലിക VC-ആയി ഈ കേരളത്തെ കൊണ്ട് നിയമിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലിക VC-ആയി ഈ കേരളത്തെ കൊണ്ട് നിയമിച്ചത്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലികക്കാരിയെ വെക്കുന്നത്? ഒരു ചരിത്രത്തിലിടമില്ലാത്ത നിലയിൽ താൽക്കാലികക്കാരനായ ഒരു VC-ക്ക് താൽക്കാലികക്കാരിയായ ഒരു VC-യെ കൊടുത്തിരിക്കുകയാണ്. ചക്കിക്കൊത്ത ചങ്കരിയാണ് RSSകാർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്താണ് അവരിവിടെ കാണിക്കുന്നത്? ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. വിദ്യാർത്ഥി വിഷയങ്ങൾ VC-യുടെ മേശപ്പുറത്ത് അടഞ്ഞ കടലാസായി ഫയലുകളായിരിക്കുകയാണ്. അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല. അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല. അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക. ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കി ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമുയർത്തുന്ന SFI-കാരെ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് VC-യും VC-യുടെ രാജാവെന്ന് VC കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട VC-മാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കാം. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള സമരക്കരുത്തല്ല ഈ കേരളത്തിന് സമരക്കരുത്തുന്ന ആളുകളും. ഇന്ന് അവരതറിയുകയാണ്. അതിശക്തമായ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ RSSനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും. ഇത് SFI വേഴ്സസ് ഗവർണർ സമരം. ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയുന്നു. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ സമരം ഇപ്പോൾ ഇന്നത്തെ സമരം നമ്മൾ ഈ നിലയിൽ മാർച്ചെടുത്തു. മറ്റന്നാൾ ഇപ്പോൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നാളെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള സമരത്തിലാണ്. മറ്റന്നാൾ തുടർന്നുള്ള മാർച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും തുടർന്ന് മാർച്ച് SFI നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കും. 1 ഇഞ്ച് SFI പുറകോട്ട് പോകില്ല. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ, ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പട്ടിണിപ്പാവങ്ങളുടെ, സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ്, ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാം, ഒന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ SFI-ക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുക തന്നെ ഒരു സംശയമാണ്.